വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വൈകുന്നേരം ബോറടിച്ചപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവാം. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കട ഉണ്ട്. നമ്മൾ കോഴിക്കോടത്തെ ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്നൊക്കെ പറയുന്ന പോലെ ചേകാടി ചായക്കട അല്ലേ? ചേകാടീസ് 90s കിച്ചൺ അതന്നെയല്ലേ? ഓക്കെ, നമ്മൾ ആ ചായ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം. ചായക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടോ? അവിടെ കപ്പയും ബീഫും പഴംപൊരിയും ബീഫും അങ്ങനത്തെയൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലാവരും വാങ്ങുന്നത്. ലായി നല്ല ഉറക്കാണ്. ലായിനെ ഉള്ള എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യുക ചെയ്ത്. അപ്പോഴേ ലായി ഉറക്കാം. ഞങ്ങളുടെ പ്ലാൻ നേരെ ചായക്കടയിലേക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടേക്ക്. അതിൻ്റെ ഇടയിൽ മോമോസ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. സോ ഓൺ ദ വേ ഞങ്ങളത് കഴിക്കാൻ ഇറങ്ങി. ഇത് വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മോമോസ് ഷോപ്പാണ് കേട്ടോ. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷെസ്വാനും ഒരു ഫ്രൈഡ് മോമോസും ആയിരുന്നു. ഇവിടെ തന്നെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് ആയി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1.5-2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയി. ഞങ്ങൾ ഉദ്ദേശിച്ച ചായക്കടയാണെങ്കിൽ 8 മണിക്ക് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് മോമോസ് ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ഡ്രൈവ് ആവുമല്ലോ എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ല, നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലായിക്ക് ഇങ്ങനെ വിൻഡോ ഓപ്പൺ ചെയ്ത് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ടൊരു ചെറിയൊരു ചായക്കട കേട്ടോ. ഇവിടെ എല്ലാവരും ഈവനിങ് ചായ കുടിക്കാൻ വരുന്നത് പഴംപൊരിയും ബീഫും കഴിക്കാൻ പിന്നെ കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓൾറെഡി അവിടുന്ന് കഴിച്ചിട്ട് വന്നേ കൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നഫ്രി ഇതിനു മുന്നേ ഒരു 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അപ്പൊ അവൾ എന്നോട് പറയായിരുന്നു അതിന്റെ മേലൊരു ഹട്ട് പോലത്തെ സംഭവം ഉണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ലായിയാണ് ഏറ്റവും ഫസ്റ്റ് ഓടുന്നത് കേട്ടോ. ലായിക്ക് ഇങ്ങനെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ 2 വീട്ടിൽ നിന്നും വിളിച്ചിട്ട് നല്ല ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ഏരിയയിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഫോറസ്റ്റ് ഒക്കെ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നല്ല ചില്ലായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഫോറസ്റ്റിലൂടെയൊക്കെ ആണല്ലോ ഞങ്ങൾ വന്നേന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ചിൽ ആൻഡ് റിലാക്സ്ഡ് ആയിരുന്നു. നമ്മൾ നേരെ പോയത് നഫ്രീന്റെ വീട്ടിലേക്കാണ്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.